ഗുഡ് ഈവനിങ് ഓൾ. നമ്മളിന്ന് പുതിയ ഒരു മൊഡ്യൂളാണ്. മൊഡ്യൂൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്. നമ്മൾ പോളിമർ അതുപോലെ തന്നെ ന്യൂക്ലിയർ കെമിസ്ട്രി പഠിച്ചില്ല, അതേപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് എന്ത് മെറ്റലർജി എന്ന് പറയുന്നത്. ഇതിൽ നിന്നും നമുക്ക് ലാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് മെറ്റലർജി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വരുന്നത്. അപ്പൊ എന്താ നമ്മൾ മെറ്റലർജിയിൽ പഠിക്കാൻ? മെറ്റൽസ്, അതിന്റെ ഓർ, ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ വേർഡൊക്കെ. മെറ്റൽസ്, ഇപ്പം അതിന് നമുക്ക് നേച്ചറിൽ എന്ത് ഫോമിലാണ് കിട്ടുന്നത്. അപ്പൊ മെറ്റൽസിന്റെ ഓറുകൾ പഠിക്കുക. ദെൻ അലോയ്സ്, ഈ ചാപ്റ്ററിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് അലോയി മെറ്റൽ ഓറും. ഇത് രണ്ടുമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പൊ ഈ 2 ഏരിയയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ 2 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കുറച്ച് ഓർമ്മശക്തി ഉണ്ടായിരിക്കണം എന്നുള്ളൂ. വെച്ചാല് എന്താണ്, നമ്മൾ കുറെ കെമിക്കൽ നെയിംസ് ആണ് ഇതിനകത്ത് പഠിക്കുന്നത്. ഓരോ മെറ്റൽസ് നമ്മൾ എടുക്കും, അതിന്റെ കറസ്പോണ്ടിങ് ഓറുകൾ നമ്മൾ എടുക്കും. ഒന്നിൽ കൂടുതൽ ഒരാൾക്ക് ഒരു മെറ്റലിന് ഒന്നിൽ കൂടുതൽ ഓറുകളുണ്ട്. അപ്പോൾ ആ ഓറുകളെയൊക്കെ നമ്മൾ പഠിക്കണം. അത് എന്ത് ഫോമിൽ, അതിന്റെ കെമിക്കൽ ഫോമിൽ ഉൾപ്പെടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം സ്ഥിരം PSCയുടെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും, ഈവൻ നമ്മുടെ ജനറൽ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാലും മെറ്റലർജിന്ന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും കാണും. ഓക്കെ, അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മെറ്റലർജിന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോക്കാം. ഓക്കെ, ഇപ്പോൾ LDAയുടെ ആയിക്കോട്ടെ, അസിസ്റ്റന്റ്, അതായത് സെക്രട്ടറി അസിസ്റ്റന്റ്, അങ്ങനെയുള്ള ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ, അതേപോലെ നമ്മുടെ കെമിസ്ട്രി പോലെയുള്ള എക്സാം ആയിക്കോട്ടെ, ലാബ് അസിസ്റ്റന്റ്, അതിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ മെറ്റലർജിക്കകത്ത് എന്താ പഠിക്കുന്നത്, ഒരു മെറ്റൽസും അതിന്റെ ഓറ എന്താണെന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ഈ ഓറിൽ നിന്ന് മെറ്റൽസിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും, കാരണം ആ ഒരു സെപ്പറേഷൻ ടെക്നിക്സ് വരെ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ, അതായത് നമ്മുടെ ഡിഗ്രിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണത്. അപ്പോൾ അത് ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നവരുണ്ടായിരിക്കും, സെക്കൻഡ് സെമ്മിൽ, അതുപോലെ 5th ഒക്കെ പഠിക്കുന്നവരുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ്, അതായത് മെറ്റലർജിക്കൽ കംപ്ലീറ്റ് പ്രോസസ്സും ഓരോ ഡിഫറെന്റ് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളിൽ ഓരോ ഡിഫറെന്റ് ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെ മെറ്റൽസിന് നമ്മൾ ഉപയോഗിക്കും, ഇപ്പൊ അയണിന്റെ ഏതെങ്കിലും ഓർ ആണെങ്കിൽ നമുക്ക് ഏത് സെപ്പറേഷൻ മെത്തേഡ് ഉപയോഗിക്കാം, ഏത് റിഡക്ഷൻ മെത്തേഡ് ഉപയോഗിക്കാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ മെറ്റൽസ്, അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓറുകൾ, ഓക്കെ, ദെൻ അതിനെ സെപ്പറേഷൻ, കുറച്ച് ടെക്നിക്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇമ്പോർട്ടന്റ് ടേംസ് ആണ്, മെറ്റലർജിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ടേംസ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന വേർഡ് ആണ് മിനറൽസ്. ഓക്കെ, കേട്ടുള്ളൂ, നമുക്ക് പരിചയമുള്ള വേർഡ് ആണ്. എന്താ മിനറൽസ് എന്ന് പറഞ്ഞാല്, നമുക്ക് ഈ പറഞ്ഞ മെറ്റൽസുകളൊക്കെയും നമുക്ക് നേച്ചറിൽ നിന്നും ഡയറക്റ്റ് കിട്ടുന്നവരാണ്, അല്ലെ. അതായത് നമ്മുടെ എലമെന്റ്സുകളിൽ, എസ്പെഷ്യലി നമ്മുടെ മെറ്റൽസുകൾ, അല്ലെ, ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഉണ്ട്, ട്രാൻസിഷൻ എലമെന്റ്സുകളുണ്ട്, ബോറോൺ ഫാമിലിയിലുള്ളവരുണ്ടല്ലേ, അങ്ങനെ കുറെ മെറ്റൽസുകൾ നമുക്കുണ്ട്. ഇവര് എങ്ങനെയാണോ നേച്ചറിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത്, ആ ഫോമിനെ വിളിക്കുന്ന പേരാണെന്ത്, മിനറൽസ്. ഈ ഓരോ മെറ്റൽസും നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അവരുടെ ആ ഒരു ഫോം. ഓക്കെ, അത് മെറ്റൽസ് ആകാം, നോൺ മെറ്റൽസ് ആകാം. ഓക്കെ, ചിലർ കാർബണേറ്റ്സുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യും, ചിലര് ഹാലൈറ്റ്സുകളായിട്ട്, ചിലർ സൾഫൈറ്റ്സുകളായിട്ട്, ഓക്കെ, അങ്ങനെയൊക്കെ ഓക്സൈഡുകളൊക്കെ ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നേച്ചറിൽ നിന്ന് നമുക്ക് എങ്ങനെയാണോ മെറ്റൽസ് കിട്ടുന്നത്, അല്ലെ നോൺ മെറ്റൽസ് കിട്ടുന്നത്, ആ ഒരു ഫോം ആണ് എന്ത്, മിനറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന വേറൊരു മെയിൻ ടേം ആണ് ഓർ. എന്താ ഓർ എന്ന് പറഞ്ഞാല്, ഓക്കെ, നമുക്ക് മിനറൽസുകൾ കിട്ടും, അല്ലെ. ഈ മിനറൽസുകളിൽ നിന്ന് മെറ്റലിന്റെ ഒരു പെർട്ടിക്കുലർ, ഓക്കെ, നമുക്ക് കിട്ടുന്ന മിനറലിനകത്ത് ഇന്ന മെറ്റൽ ഇത്ര പെർസെന്റേജ് ആയിരിക്കും. ഒരു ഓറ് കിട്ടിയാൽ ചിലപ്പോൾ നമ്മുടെ മെറ്റൽ ചിലപ്പോൾ 5% കാണും, ചിലപ്പോൾ 70% അല്ലെങ്കിൽ 75% ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ എന്താ മിനറലും ഓറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഓറും നമുക്ക് മെറ്റലിനെ നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഫോം തന്നെയാണ് ഓറ്. പക്ഷേ വി ക്യാൻ കൺവീനിയൻലി ആൻഡ് എക്കണോമിക്കലി നമുക്ക് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അല്ലെങ്കിൽ അതായത് നമ്മൾ മിനറൽ എന്ന് പറഞ്ഞാല് അതിനകത്ത് മെറ്റൽസിന്റെ കോൺസെൻട്രേഷൻ, ഓർ എന്ന് പറഞ്ഞാൽ അതിൽ മെറ്റൽസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അത് മാത്രമല്ല നമുക്ക് ഈസിയസ്റ്റ് വേയിൽ,
അതായത് ഈസിയസ്റ്റ് മെത്തേഡിലൂടെ നമുക്ക് ആ മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. കംപ്ലീറ്റ്ലി മെറ്റൽ, പ്യുവർ മെറ്റൽ ആയിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാനും പറ്റണം. അങ്ങനെയുള്ള മിനറൽസുകളെ മാത്രമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മിനറൽസും എന്തല്ല, എല്ലാ മിനറൽസുകളും ഓർ അല്ല, പക്ഷെ എല്ലാ ഓറും എന്താണ്? മിനറൽസ് ആണ്. ഓക്കെ, അപ്പൊ വ്യത്യാസം മനസ്സിലായോ? മിനറലും ഓറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മിനറൽ എന്ന് പറഞ്ഞാൽ നേച്ചറിൽ നിന്ന് നമുക്ക് എങ്ങനെയാണോ മെറ്റൽസുകളെ കിട്ടുന്നത് അതാണ്, ആ ഫോമാണ്. പക്ഷെ ഓറെന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടിയ മിനറലിൽ നിന്നും മെറ്റലിനെ മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം അല്ലെ? ആ മെത്തേഡ് കുറച്ച് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മെത്തേഡാണ്, അല്ലെങ്കിൽ നമുക്ക് എക്കണോമിക്കലി അല്ലെങ്കിൽ ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ ആണ്, അല്ലെങ്കിൽ ചീപ്പസ്റ്റ് ആയിട്ടുള്ള മെത്തേഡിലൂടെ നമുക്ക് ആ ഒരു മിനറലിൽ നിന്നും മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്താൽ പറ്റുമെങ്കിൽ ആ മിനറൽ എന്തെന്ന് വിളിക്കാം? ഓർ എന്ന് വിളിക്കാം. അതുകൊണ്ട് എല്ലാ മിനറൽസും എന്തല്ല? ഓറൽ. കാരണം എല്ലാ മിനറൽസിലും ഈ പറഞ്ഞ കണക്ക് മെറ്റലിന്റെ കോമ്പോസിഷൻ, മെറ്റലിന്റെ അളവ് ഒരേപോലെ ആകണം എന്നില്ല. മെറ്റലിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കോമ്പോസിഷൻ കൂടുതലായിട്ടുള്ള ഒരാളാണെങ്കിൽ അല്ലേ നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിട്ടുള്ളൂ. തോനെ മെറ്റൽസ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. വളരെ കുറച്ച് മാത്രം മെറ്റൽസ് ഉള്ളെങ്കിൽ നമുക്ക് അത് മിനറൽ ആണ്, പക്ഷെ അതിന് നമുക്ക് ഓറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടേം ആണ് ഗ്യാങ്. പഠിച്ചോളെ, നമുക്ക് ഈ പേര് തന്നെ എടുത്ത് ചോദിക്കാം, എന്താണ് ഗ്യാങ്, എന്താണ് സ്ലാഗ് ഫ്ലെക്സ്, നമ്മൾ ഇനി പഠിക്കുക വേർഡുകൾ എന്താന്നുള്ളത്. അപ്പോൾ മെറ്റൽസുകൾ നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫോം ഉണ്ടല്ലോ, ആ ഓറില് മെറ്റലിനെ കൂടാതെ നമുക്ക് ആവശ്യമില്ലാത്ത അൺഡിസൈഡ് പാർട്ടിക്കിൾസുകൾ കാണുമല്ലോ. ആ പാർട്ടിക്കിളുകളെല്ലാം നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഇംപ്യൂരിറ്റീസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോ മെറ്റലർജിയില് ഇംപ്യൂരിറ്റീസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്യാങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഗ്യാങ് ഇംപ്യൂരിറ്റി അല്ലെങ്കിൽ അൺഡിസൈഡ് മെറ്റീരിയൽസ്, നമുക്ക് ആവശ്യമില്ലാത്ത മെറ്റൽ ഒഴികെയുള്ള, മെറ്റൽ അല്ലാത്ത ബാക്കി പോർഷൻസ് ആണ് അല്ലെങ്കിൽ ബാക്കി എലമെന്റ്സുകൾ എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്യാങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം: മിനറല്, ഓറ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാ ഓറുകളും മിനറൽ ആണ് പക്ഷെ എല്ലാ മിനറലുകളും ഓർ അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഈ 3 ടേംസും ക്ലിയർ ആയോ? എന്തെങ്കിലും ടേംസ് മനസ്സിലാവാതായിട്ടുണ്ടോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഓറുകളും, മെറ്റൽസുകളും അതിന്റെ ഓറുകളും എന്താന്നുള്ളത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഏരിയയിൽ നിന്നാണ് നമുക്ക് സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമുക്ക് എങ്ങനത്തെ നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഫോംസ് എങ്ങനെയാണ്? ചില മെറ്റൽസ് ദർ അൺകമ്പൈൻഡ് ഫോംസ്, അതായത് ഒന്നും ആൾക്കാർ ആരുമായിട്ടും ചേരാതെ നിൽക്കുന്ന ആൾക്കാർ. ചിലർ എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യും? കാർബണേറ്റ്സ്. ഇത് ഈ രീതി തന്നെ പഠിക്കണം, കാരണം ഈ രീതി തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ കാർബണേറ്റ് ഓർ അല്ലാത്തത് ആരാണ്? സൾഫൈഡ് ഓർ അല്ലാത്തത് ആരാണ്? ഈ രീതിയിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കെമിസ്ട്രിയുടെ എക്സാമിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കണം. കാർബണേറ്റ് ഓറുകൾ ആരാണ്, ഹാലൈഡ് ഓറുകൾ ആരാണ് എന്നൊക്കെയുള്ള ഈ ഒരു എന്താണ് രീതി വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് ആൾക്കാർ ആരാണ്? അൺകമ്പൈൻഡ് മെറ്റൽസ്, അല്ലെങ്കിൽ ഇവരെ വിളിക്കുന്ന പേരാണ് നേറ്റീവ് മെറ്റൽസ് അല്ലെങ്കിൽ നേറ്റീവ് എലമെന്റ്സ് എന്ന് വിളിക്കും. ആരുമായിട്ടും കമ്പൈൻ ചെയ്യാതെ മെറ്റൽ അതിൻ്റെതായിട്ടുള്ള മെറ്റലിന്റെ ഫോമിൽ കിട്ടുന്നതാണ്. സാധാരണ നമുക്ക് കിട്ടുന്നത് സിൽവർ, ഗോൾഡ്, അതിൽ എസ്പെഷ്യലി ഗോൾഡ് ആണ്. ഈ ബാക്കിയുള്ളവരും ഉണ്ട്, വളരെ കുറച്ച് അളവിൽ. ഇവരെ എല്ലായ്പ്പോഴും നമുക്ക് നേറ്റീവ് ഫോമിലല്ല കിട്ടുന്നത്. കോപ്പറിനും പലേഡിയത്തിനും ഒക്കെ വേറെ കമ്പൈൻഡ് ഫോമും ഉണ്ട്, പക്ഷെ മോസ്റ്റ് ഓഫ് ദി കേസ് നമുക്ക് അൺകമ്പൈൻഡ് ഫോം ആണ്. ഇതിൽ പഠിക്കേണ്ടുന്ന ആൾക്കാർ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ സിൽവറും ഗോൾഡും ആണ്. നമുക്കറിയാം ഗോൾഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ ആണ് അല്ലെ. സിൽവറും ഒരു പരിധി വരെ ഇനാക്റ്റീവ് ആയിട്ടുള്ള മെറ്റാണ്, റിയാക്ട് ചെയ്യും എങ്കിൽ ഒരു പരിധി വരെയൊക്കെ ഇനാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആണ് അല്ലെ. അപ്പൊ ഇവര് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തോ അല്ലെങ്കിൽ സൾഫറുമായിട്ട് കമ്പൈൻ ചെയ്തോ ഒക്കെ നമുക്ക് ഫോംസ് കിട്ടാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സിൽവറിനെയും ഗോൾഡിനെയും, എസ്പെഷ്യലി ഗോൾഡിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? നേറ്റീവ് എലമെന്റ്സ്. അപ്പൊ എന്താ നേറ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേച്ചറിൽ നിന്നും അവരുടെ ആ എലമെന്ററി സ്റ്റേറ്റിൽ തന്നെ, ആ എലമെന്റൽ ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുമോ അപ്പൊ ഇതിനെ ഇനി പ്യൂരിഫൈ ചെയ്യേണ്ട കാര്യമല്ലേ? ഇതിൽ നിന്നും നമുക്ക് ഈ ഗോൾഡിന്റെ ഓറിൽ നിന്നൊക്കെ നമുക്ക് ഗോൾഡിനെ ഇനി എക്സ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം അതിൽ വേറെ
എന്തില്ല, കമ്പൈൻഡ് ഫോം അല്ല. പക്ഷെ അങ്ങനെയാണോ? അല്ല. നമുക്ക് കിട്ടുന്ന ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഇംപ്യൂർ ഫോമിലാണ്. അതിനകത്ത് ഇംപ്യൂരിറ്റീസ് ഉണ്ട്. ഓക്കെ, വേറെ ഏതെങ്കിലുമൊക്കെ സബ്സ്റ്റൻസുകൾ അതിനകത്ത് കാണും. ഓക്കെ, അപ്പോൾ ഇവരെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നു. ഇംപ്യൂർ ആയിട്ടുള്ള ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അവരെ നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്യുവർ ആയിട്ടുള്ള സബ്സ്റ്റന്റ് കിട്ടൂ. അപ്പോൾ ഗോൾഡിനായാലും സിൽവറിനായാലും എന്തുണ്ട്, ഈ കംപ്ലീറ്റ് മെറ്റലർജിക്കൽ പ്രോസസ്സുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ നേറ്റീവ് എലമെന്റ്സിനെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ സിൽവറും ഗോൾഡ് ആണ് ഈ എക്സാമ്പിളിൽ. സിൽവർ, ഗോൾഡ്, പലേഡിയം ഒക്കെ നിങ്ങൾ പഠിച്ചു. കോപ്പറും ബിസ്മത്തും എക്സിസ്റ്റ് ചെയ്യാറുണ്ടെങ്കിലും വെച്ചാല് നമ്മള് ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ മധ്യപ്രദേശിലെ നമ്മുടെ നാട്ടിലെ പാറകൾ പോലെയല്ല അവിടുത്തെ. അവിടെ പാറകളിൽ കോപ്പറിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഡെപ്പോസിറ്റ് ഭയങ്കര കൂടുതലാണ്. കോപ്പർ ഡയറക്റ്റ് ആ പാറകളുടെ നിറം കാണുമ്പോൾ തന്നെ അറിയാം, അത് കുറച്ചൊരു ചെമ്പ് കലർന്ന നിറമാണ് അവിടുത്തെ പാറകൾക്ക്. നമ്മളവിടെ പാറ എന്താ, കംപ്ലീറ്റ് സിലിക്ക CO2 ആണ് വരുന്നത്. നമ്മുടെ നാട്ടിലെ പാറയുടെ കളർ അറിയാലോ. പക്ഷെ അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്കിനും മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ കോപ്പറിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഒക്കെ ഡെപ്പോസിറ്റ് ഏറ്റവും കൂടുതൽ. അപ്പൊ അവിടെ പാറയ്ക്ക് തന്നെ കളർ വ്യത്യാസമാണ്. വെച്ചാൽ നമുക്ക് അവിടെയൊക്കെ കോപ്പർ ഡയറക്റ്റ് നേച്ചറിൽ നിന്ന് കിട്ടാറുണ്ട്. ഓക്കെ, അല്ലാതെ കമ്പൈൻഡ് ഫോം ഉണ്ട്, നമുക്ക് പഠിക്കാം. കമ്പൈൻഡ് ഫോം താഴെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കാർബണേറ്റ്സുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ എല്ലാം പഠിക്കണം എന്നില്ല, ഞാൻ പറയുന്ന എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചേക്കണം. കാൽഷ്യം കാർബണേറ്റ് നമുക്ക് സ്ഥിരം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ, ചുണ്ണാമ്പ് കല്ല് അല്ലെ. കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യത്തിന്റെ നല്ല ഒരു ഓറാണ്. അപ്പൊ അത് എന്ത് ഫോമിലാണ്? ലൈം സ്റ്റോൺ എന്നാണ് നമുക്ക് തരുന്നത്. ലൈം സ്റ്റോൺ എന്താണ്? കാൽഷ്യം കാർബണേറ്റ്. അതൊരു കാർബണേറ്റ് ഓറാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ മഗ്നീഷ്യം കാർബണേറ്റ്, ആ മഗ്നീഷ്യം കാർബണേറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? മാഗ്നസൈറ്റ്. ഇതേപോലെ പേര് വരുന്ന 1-2 ആൾക്കാരും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ മാഗ്നസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഗ്നീഷ്യം കാർബണേറ്റ് ആണ്. ദെൻ ഇത് പഠിക്കണേ, ഡോലോമൈറ്റ് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഓറാണ്. ഇത് നമ്മളെ മിക്സ്ഡ് കോമ്പൗണ്ട്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മഗ്നീഷ്യത്തിന്റെയും കാൽഷ്യത്തിന്റെയും ഓറായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഡോലോമൈറ്റ്. ഇതിനെ നമ്മൾ ആ ഒരു മിക്സ്ഡ് കോമ്പൗണ്ട് CaCO3.MgCO3 എന്നാണ് ഇവരുടെ ആ ഒരു സ്ട്രക്ചർ തന്നെ. അപ്പൊ മഗ്നീഷ്യത്തിന്റെയും കാൽഷ്യത്തിന്റെയും ഓറാണെന്ത്? ഡോലോമൈറ്റ്. അത് പഠിച്ചോണേ. നമ്മൾ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് മൊഡ്യൂൾ ഉണ്ട്, 2ാമത്തെ മൊഡ്യൂൾ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയും. കോർഡിനേഷൻ കോമ്പൗണ്ട്സിനകത്തൊക്കെ നമ്മൾ പറയും എന്തുകൊണ്ട് ഈ ഡിഫറൻസ് വന്നു എന്നുള്ളത്. ദെൻ സിങ്ക് കാർബണേറ്റ്. സിങ്കും കാർബണേറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ലെഡിന്റെയും കാർബണേറ്റ് ഉണ്ട്. അപ്പൊ ലെഡ് കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്, സിങ്ക് കാർബണേറ്റ്. ഓക്കെ, ബേരിയം കാർബണേറ്റ് കൂടി പഠിച്ചോളൂ. അതിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ലൈം സ്റ്റോൺ പഠിച്ചോണം, മാഗ്നസൈറ്റ് എന്താന്ന് പഠിച്ചോണം, ഡോളോമൈറ്റ് എന്താന്ന് പഠിച്ചോണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഹാലൈറ്റ്സ് ആണ്. ഹാലൈറ്റ്സിൽ പഠിക്കാനുള്ള കാര്യം കാൽഷ്യത്തിന്റെ ഒരു ഓറ്. ഓക്കെ, ഫ്ലൂറൈറ്റ് എന്ന് പറഞ്ഞ കാൽഷ്യം CaF2, കാൽഷ്യം ഡൈ ഫ്ലൂറൈഡ് ആണ്, കാൽഷ്യത്തിന്റെ ഓറാണ്. ദെൻ NaCl റോക്ക് സോൾട്ട് എന്നും പറയാറുണ്ട് കേട്ടോ. റോക്ക് സോൾട്ട്, KCl, NaCl, KCl ഒക്കെ നമ്മൾ റോക്ക് സോൾട്ട് എന്ന് പറയാറുണ്ട്. പിന്നെ ഉള്ളത് ഇത് ഇമ്പോർട്ടന്റ് ആണ്, ക്രയോലൈറ്റ് എന്താണ്? ക്രയോലൈറ്റ് നമുക്ക് ഒരേ സമയം സോഡിയത്തിന്റെയും പറയാറുണ്ട്, അലൂമിനിയത്തിന്റെയും ആയിട്ട് പറയാറുണ്ട്. ക്രയോലൈറ്റും ഒരു 2 എലമെന്റുകളുടെ മെറ്റലുകളുടെ ഓറായിട്ട് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ക്രയോലൈറ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഫ്ലൂറൈറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഓക്സൈഡ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഓക്സൈഡുകൾ നമുക്കറിയാം. ഫസ്റ്റ് നമ്മൾ ആദ്യമേ മെറ്റലർജി പഠിക്കുമ്പോഴേ പറയുന്ന ഒരാളാണ് അലൂമിനിയം അല്ലെ. അലൂമിനിയത്തില് ആരാണ്? അലൂമിനിയത്തിന്റെ ഓറായിട്ടുള്ള ബോക്സൈറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ Al2O3, അലൂമിനിയത്തിന്റെ ഓക്സൈഡ് ആണ് എന്ത്? ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ അയണിന്റെ ഓക്സൈഡുകൾ, അയണിന്റെ ഓറുകൾ ആരൊക്കെയാണ്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. നോക്കിക്കേ, മാഗ്നസൈറ്റ് ആരാണ്? ഇറ്റ്സ് മഗ്നീഷ്യം കാർബണേറ്റ്. പക്ഷെ മാഗ്നറ്റൈറ്റ് എന്താണ്? അയൺ ഓക്സൈഡ്, Fe3O4 ആണ്. അയണിന്റെ മേജർ ഓർ ആരാ? പ്രിൻസിപ്പൽ ഓർ ആരാണ്? ഹേമറ്റൈറ്റ് ആണ്. നമ്മൾ പഠിക്കുന്നുണ്ട്, ഹേമറ്റൈറ്റ് ആണ്, Fe2O3 ആണ്. ദെൻ മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും അയണിന്റെ ഓറാണ്, Fe3O4. Cu2 കോപ്പറിന്റെ ഒരു ഓറാണ്, കുപ്രൈറ്റ്. MnO2 ഇമ്പോർട്ടന്റ് ആണ്, പൈറോലുസൈറ്റ് ചോദിച്ചിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ, MnO2. ദെൻ ടിന്നിന്റെ ഓറ് കാസിറ്ററൈറ്റ്. ഓക്കെ, കാസിറ്ററൈറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ടൈറ്റാനിയം സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഏരിയയിൽ. സ്ഥിരം റൂട്ടൈൽ ഇസ് ആൻ ഓർ ഓഫ് ഡാഷ്. റൂട്ടൈൽ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു.
ഒരിട വെച്ച് നമ്മൾ മെറ്റലർജിന്ന് ചോദിക്കുമ്പോഴേ ഈ ക്വസ്റ്റ്യൻ ആണ് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും അത്. റൂട്ടൈൽ ഈസ് ആൻ ഓർ ഓഫ്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ടൈറ്റാനിയത്തിന്റെ ഓർ ഏതാണ്? ഓക്കെ, അപ്പൊ റൂട്ടൈൽ എന്ന് പറഞ്ഞാൽ ആരുടെ ഓറാണ്? ടൈറ്റാനിയം. ഓക്കെ, നമ്മുടെ കൊല്ലം ചവറ KMML മോണസൈറ്റ്, ഇൽമനൈറ്റ് ഒക്കെയാണ് എടുക്കുന്നത്. റൂട്ടൈൽ, ഇൽമനൈറ്റ് ഒക്കെയാണ് അവിടെ പ്രോസസ്സിംഗ് നടക്കുന്നത്, ടൈറ്റാനിയത്തിന്റെയാണ്. ദെൻ ഇസഡെന്നോ സിങ്കൈറ്റ്. ഓക്കെ, അപ്പൊ ഓക്സൈഡിൽ ആരൊക്കെ? അലുമിനിയം ഓക്സൈഡ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബോക്സൈറ്റ് ആണ്. അയണിന് കൊറണ്ടം പഠിക്കണം എന്നില്ല, വലിയ ഇമ്പോർട്ടന്റ് ഇല്ല, പക്ഷെ ബോക്സൈറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, പൈറോലുസൈറ്റ്, കാസിറ്ററൈറ്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഫോസ്ഫേറ്റ് വലിയ ഇമ്പോർട്ടന്റ് ഇല്ല, ജസ്റ്റ് നമ്മുടെ കാൽഷ്യം ഫോസ്ഫേറ്റ്. ഓക്കെ, ഫോസ്ഫേറ്റ് റോക്ക് നമ്മുടെ എല്ലിലും പല്ലിലും ഒക്കെ കാൽഷ്യം ഫോസ്ഫേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഹൈഡ്രോക്സി തന്നെ, ഇതാണ് ഹൈഡ്രോക്സി അപ്പറ്റേറ്റ്. കാൽഷ്യം ഫോസ്ഫേറ്റിന്റെ മറ്റൊരു ഫോം ആണ്, ഒരു OH കൂടി വരുന്നത്. ഹൈഡ്രോക്സി അപ്പറ്റേറ്റ് ആണ് നമ്മുടെ എല്ലിനും പല്ലിലും ഒക്കെ കാണുന്ന കാൽഷ്യത്തിന്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അത് വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. സിലിക്കേറ്റ്സും വലിയ ഇമ്പോർട്ടന്റ് കൊടുക്കണ്ട, ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. ഈ പറഞ്ഞ പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് പക്ഷെ നമ്മൾ വേറൊരു ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നതാണ്. ഈ ഒരു എലമെന്റ് ഇത് തന്നിട്ട് ഇതിനകത്ത് ബെറിലിയത്തിനെ, അതായത് ബെറിലിയത്തിന്റെ താഴെ 3ക്ക് പകരം N എന്നാണ് തന്നിരിക്കുന്നത്. ഇതിൽ ചോദിച്ച് Nന്റെ വാല്യൂ എത്രയാണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് പക്ഷെ നമ്മൾ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് പറഞ്ഞ വേറൊരു ഏരിയ പഠിക്കുന്നുണ്ട്, അവിടെയാണ് ആക്ച്വലി ഇത് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ സിലിക്കേറ്റ്സിനെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ സൾഫൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൾഫൈഡ് ഓറുകൾ Ag2S, സൾഫൈഡുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. സൾഫൈഡ് ഓറുകൾ അല്ലാത്തത് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സിൽവറിന്റെ ഓറാണ് അർജന്റൈറ്റ്. ദെൻ കാഡ്മിയത്തിന്റെ കാഡ്മിയം സൾഫൈഡ്, കോപ്പർ സൾഫൈഡ്, അയൺ സൾഫൈഡ്. അയൺ സൾഫൈഡിനെ വിളിക്കുന്ന പേരാണ് അയൺ പൈറൈറ്റ്സ്. ഒക്കെ വേറെ പേരുകൾ അറിയപ്പെടുന്നത് അയൺ പൈറൈറ്റ്സ്. സിനബാർ, ഇത് ചോദിച്ചിട്ടുണ്ട്. സിനബാർ എന്ന് പറയുന്നത് ആരുടെ ഓറാണ്? സിനബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? HGS, മെർക്കുറിക് സൾഫൈഡിനെ വിളിക്കുന്ന പേരാണ് സിനബാർ. അതുപോലെ ഗലീന, ഈ 2 ക്വസ്റ്റ്യനും സ്ഥിരം ചോദിക്കുന്നതായിരുന്നേ. ഇവിടെ റൂട്ടൈല്, സിനബാർ, ഗലീന. ഗലീന എന്തിന്റെ ഓറാണ്? ലെഡിന്റെ സൾഫൈഡിനെ വിളിക്കുന്ന പേരാണ് ഗലീന, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ സിങ്ക് സൾഫൈഡ്, സാലറൈറ്റ് എന്നും പറയാറുണ്ട്, സിങ്ക് ബ്ലെൻഡ് എന്നും പറയാറുണ്ട്. സിങ്ക് ബ്ലെൻഡ് അല്ലെങ്കിൽ സ്ഫാലറൈറ്റ് എന്നും പറയാറുണ്ട്. സിങ്ക് ബ്ലെൻഡ് ആണ് ചോദിച്ചത്, കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിങ്ക് ബ്ലെൻഡ് ആണ്. ഓക്കെ, ദെൻ സൾഫേറ്റ്സ്, ബേരിയം സൾഫേറ്റ്, ബറൈറ്റ് എന്ന് പറയും, ബറൈറ്റ്. ദെൻ അൺഹൈഡ്രേറ്റ്, കാൽഷ്യം സൾഫേറ്റ്. ഓക്കെ, ഇത് എപ്സം ചോദിച്ചിട്ടുണ്ടേ. മഗ്നീഷ്യം സൾഫേറ്റ് .7H2, എപ്സം, സിംപ്ലി എപ്സം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എന്താണ് കാറ്റഗറി തിരിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. കാർബണേറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, ഓക്സൈഡ്സ് ഇമ്പോർട്ടന്റ് ആണ്, സൾഫൈഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ, അതായത് ഓറുകൾ, അതിന്റെ കോമ്പോസിഷൻ എഴുതി തന്നെ, അതിന്റെ കെമിക്കൽ ഫോമിൽ എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, അത് ഈ സമയത്ത് ഓർക്കാൻ പാടായിരിക്കും. നമ്മൾ നാളെ അല്ലെങ്കിൽ നാളെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഒന്ന് ബൈഹാർട്ട് ചെയ്യണം. ഇമ്പോർട്ടന്റ് ആയിട്ടും സൾഫൈഡുകളാണ്. ഈ സൾഫൈഡുകളും കാർബണേറ്റ്സുകളും ആണ് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ ലേഖ? ഓക്കെ ആണോ? ഇനി എന്താ ഒരു മെറ്റലർജിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞാല്? ഒരു കംപ്ലീറ്റ് പ്രോസസ്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഓറിൽ നിന്നും മെറ്റലിന്റെ പ്യുവർ ഫോം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ആ കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മെറ്റലർജിക്കൽ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ ഓറിൽ നിന്നും പ്യുവർ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആ കംപ്ലീറ്റ് പ്രോസസ് ആണ് മെറ്റലർജിക്കൽ പ്രോസസ്. എന്തൊക്കെയാണ് ആ പ്രോസസ്? 4 സ്റ്റെപ്പ് വഴിയാണ് നമുക്കിത് നടക്കുന്നത്. ഫസ്റ്റ് പ്രോസസ് എന്താണ്? ഇറ്റ്സ് ക്രഷിംഗ് ഓർ പൾവറൈസേഷൻ. എന്താണ്? പേര് പോലെ തന്നെ, നമുക്ക് പാറക്കഷ്ണം പോലെയല്ലേ ഇവിടെ കിട്ടുന്നത്? പാറക്കഷ്ണം പോലെ കിട്ടുന്നതിനെ നമ്മൾ പൊടിച്ചെടുക്കുന്നു. ഓക്കെ, ഫൈൻ പാർട്ടിക്കിൾസ് ആക്കി സൈസ് റെഡ്യൂസ് ചെയ്യുന്നു. ദെൻ സൈസ് റെഡ്യൂസ് ചെയ്താൽ നമ്മൾ ഡ്രസ്സിംഗ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്നാണ് പറയുന്നത്. അതെന്താ മെത്തേഡ് എന്ന് പറഞ്ഞുതരാം. ദെൻ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിൽ നിന്നും മെറ്റലിനെ എടുക്കുക, മെറ്റലിനെ അതായത് ഇംപ്യൂർ മെറ്റൽ ആക്കി കൺവേർട്ട് ചെയ്യുക. ദെൻ ഇംപ്യൂർ മെറ്റലിൽ നിന്നും മെറ്റലിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുക. അപ്പൊ 4 പ്രോസസ്സാണ്: ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ, കോൺസെൻട്രേഷൻ, റിഡക്ഷൻ ആൻഡ് ഫൈനലി
റിഫൈനിങ് ഓഫ് ദി മെറ്റൽസ്. പ്യൂരിഫിക്കേഷൻ ഓർ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഓരോന്നും നോക്കാം എന്താണുള്ളത്. ഓക്കെ, അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദി മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ ദി എർത്ത്. ഒരു ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. എർത്ത് ക്രസ്റ്റ്. മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ ദി എർത്ത് ക്രസ്റ്റ് ഏതാന്ന് പറയാമോ? അലുമിനിയം. യെസ്, അലുമിനിയം ആണ് ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള എന്താണ് മെറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ എർത്ത് ക്രസ്റ്റ് ആരാണ്? മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ആരാണ്? ഏതായിരിക്കും? എലമെന്റ് എർത്ത് ക്രസ്റ്റില് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ആരാ? എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാ? ഓക്സിജൻ ആണ് കേട്ടോ. മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ എർത്ത് ക്രസ്റ്റ് അലുമിനിയവും, അതുപോലെ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് എന്ന് പറയുന്നത് ആരാണ്? ഓക്സിജനും ആണ്. ഇനി വിച്ച് ഇസ് ദി തേർഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ്? ഓക്കെ, ഫസ്റ്റ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ആരാണ്? ഓക്സിജൻ ആണ്. പക്ഷെ തേർഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ എർത്ത് ക്രസ്റ്റ് മെറ്റൽ അല്ല, എലമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതും ഇത് തന്നെയാണ്, അലുമിനിയം ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ആരാ ഇൻ എർത്ത് ക്രസ്റ്റ്? സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇറ്റ്സ് അയൺ ആണ്. സെക്കൻഡ് മോസ്റ്റ് മെറ്റൽ അബണ്ടന്റ് മെറ്റൽ ഇൻ എർത്ത് ക്രസ്റ്റ് അയൺ ആണ്. അപ്പോൾ മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ എർത്ത് ക്രസ്റ്റ് അലുമിനിയം, സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ആരാണ്? അയൺ ആണ്. ദെൻ അലുമിനിയത്തിന് മറ്റൊരു പ്രത്യേകത എന്താ? ഇറ്റ്സ് ദി തേർഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദി എർത്ത് ക്രസ്റ്റ്. ജസ്റ്റ് ചുമ്മായിട്ട് തന്നെ ഉള്ളൂ. ഇനി നമ്മൾ സാധാരണ ഇപ്പോ അലുമിനിയത്തെ അല്ലെങ്കിൽ ഒരു മെറ്റലിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രിൻസിപ്പൽ ഓർ അല്ലെങ്കിൽ മെയിൻ ഓർ എന്ന് നമുക്ക് പറയാം. അതായത് അതിനകത്ത് ആ ഓറിനകത്ത് ഈ പറഞ്ഞ നമ്മുടെ മെറ്റലിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കോമ്പോസിഷൻ കുറച്ച് കൂടുതലായിരിക്കും. അതിൽ അലുമിനിയത്തിന് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഇറ്റ്സ് ബോക്സൈറ്റ്. ഓക്കെ, അലൂമിനിയം Al2O3.2H2 അത് പഠിച്ചോണേ. അലൂമിനിയത്തിന്റെ ഓറ് ബോക്സൈറ്റ് ആണ്. അതുപോലെ ക്രയോലൈറ്റും ഉണ്ട്. അലൂമിനിയത്തിൻ്റെത് ക്രയോലൈറ്റും ഉണ്ട്. ദെൻ കോപ്പറിൻ്റെത് എന്താണ്? ഇറ്റ്സ് പൈറൈറ്റ്സ്. കോപ്പർ പൈറൈറ്റ്സ് അല്ലെങ്കിൽ ചാൽക്കോ പൈറൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് CuFeS2 ആണ്. ദെൻ മാലക്കൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ഫസ്റ്റ് ആ ഒരു പിക്ചറിൽ ഇല്ലായിരുന്നതാണ്. മാലക്കൈറ്റ് ഉണ്ട്. മാലക്കൈറ്റ് എന്താണ്? ഇത് കാർബണേറ്റ്, കോപ്പറിന്റെ കാർബണേറ്റ് പ്ലസ് ഹൈഡ്രോക്സൈഡിന്റെ ഒരു മിക്സ്ഡ് കോമ്പൗണ്ട് ആണ്. കാൽഷ്യത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി അറിയാം, ലൈം സ്റ്റോൺ ആണ്. പിന്നെ അത് ജിപ്സം ഉണ്ട് അല്ലെ? ജിപ്സം എന്താണ്? കാൽഷ്യം സൾഫേറ്റ് ആണ്. പിന്നെയോ അയണിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ്, സിഡറൈറ്റ്. ഓക്കെ, അയണിൻ്റെത് ഇവരൊക്കെ വരും കേട്ടോ. അയൺ പൈറൈറ്റ്സ് ഉണ്ട്. ദെൻ സിഡറൈറ്റ്, ഇതൊക്കെ എന്താണ്? അയണിന്റെ ഓറുകളാണ്. ദെൻ സിങ്കിൻ്റെത് നമ്മൾ സിങ്ക് ബ്ലെൻഡ് ഉണ്ട്. അതുപോലെ തന്നെ കലാമിൻ, നമ്മള് അറിയാലോ ലാക്ടോ കലാമിൻ കേട്ടിട്ടില്ലേ? അതിന്റെ നിങ്ങൾ ഇതൊന്നും എടുത്ത് നോക്കണവേ, നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുത്ത് നോക്കണം. കലാമിൻ ഇൻഗ്രീഡിയൻസ് ബോഡി ലോഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആന്റിസെപ്റ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ കലാമിന്. ഓക്കെ, അത് സിങ്കിന്റെ തന്നെയാണ് കലാമിന്. സിങ്ക് കാർബണേറ്റിനെ നമ്മൾ കലാമിൻ എന്നും പറയാറുണ്ട്. സിൽവറിന്റെ അർജന്റൈറ്റ്, ടിന്നിന്റെ ഓക്കെ കാസറ്ററൈറ്റ്, മാംഗനീസിന്റെ പൈറോലുസൈറ്റ്, ലെഡിന്റെ ഗലീന, ഓക്കെ ദെൻ മെർക്കുറിയുടെ സിന്നബാർ, അങ്ങനെയുള്ള അവരുടെ പ്രിൻസിപ്പൽ ഓറുകളുണ്ട്. ഓക്കെ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇതും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഒരു ചോദ്യം വരുന്നത്, നമ്മൾ അയണിന്റെ 4 പേരെ പഠിച്ചില്ലേ? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും എന്താണ്? അവര് അയണിന്റെ ഓക്സൈഡുകളാണ്. അയൺ പൈറൈറ്റ്സ് എന്താണ്? ഇറ്റ്സ് സൾഫൈഡ് ഓർ ആണ്. ദെൻ അയൺ സിഡറൈറ്റ് ഇസ് ദി കാർബണേറ്റ് ഓർ FeCO3 ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അയണിന്റെ കാർബണേറ്റ് ഓർ ഏതാണെന്നോ സൾഫേറ്റ് സംതിങ് അതാണ് ചോദിച്ചത്. കാർബണേറ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഓർ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അയണിനാണ് നമ്മൾ ഇത്രയും കൂടുതൽ പഠിക്കുന്നത്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, പൈറൈറ്റ്സ്, സിഡറൈറ്റ്. സിഡറൈറ്റ് ആണ് കാർബണേറ്റ് ഓർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പേര് വിളിക്കണോ ഇനി? അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ലാസ്റ്റ് ടൈം 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. റൂട്ടൈൽ ഈസ് ആൻ ഓർ ഓഫ്. റൂട്ടൈല് എന്തിന്റെ ഓറാണ്? ഓപ്ഷൻ എ ടൈറ്റാനിയം, ബി യുറേനിയം, സി സിർക്കോണിയം ആൻഡ് ഡി മാംഗനീസ്. റൂട്ടൈൽ എന്തിന്റെ ഓറാണ്? ടൈറ്റാനിയം. ടൈറ്റാനിയത്തിന്റെ ഓറാണ്.
ടൈറ്റാനിയത്തിന്റെ മറ്റൊരു ഓറാണ് ഇൽമനൈറ്റ്. ഇൽമനൈറ്റ് എന്ന് പറയുമ്പോൾ FeTiO3 സംതിങ്, ടൈറ്റാനിയം അയണും കൂടി ചേർന്ന് വരുന്നതാണ് എന്ത് ഇൽമനൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ മോണോസൈറ്റ് എന്തിന്റെ ഓറാണെന്ന് അറിയാമോ? നമ്മള് ചവറ KMML ഇല്ലേ, ടൈറ്റാനിയം KMML നമ്മള് ഇൽമനൈറ്റ് ആണ് റോ മെറ്റീരിയൽ ആയിട്ട് എടുക്കുന്നത്. ടൈറ്റാനിയത്തെ മാറ്റിയെടുക്കാനേ, ടൈറ്റാനിയത്തെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഇൽമനൈറ്റ് ആണ് ടൈറ്റാനിയത്തിന്റെ ഓറായിട്ട് എടുക്കുന്നത്. റൂട്ടൈൽ ഇൽമനൈറ്റ് അതിനകത്ത് തന്നെ വരുന്നതാണ് മോണോസൈറ്റ്. മോണോസൈറ്റ് എന്തിന്റെ ഓറാണെന്ന് അറിയാമോ? തോറിയവും ടൈറ്റാനിയം ആണ് നമ്മുടെ KMML ടൈറ്റാനിയത്തില് KMML എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. മോണോസൈറ്റ് തോറിയത്തിന്റെ ഓറാണേ. നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം എന്താ മെറ്റലർജിക്കൽ പ്രോസസ് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് എന്താണ്? ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ. ഈ പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചർ നമുക്ക് മനസ്സിലാവും ഈ വലിയ റോക്ക് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ പൊടിച്ച് ആ ഒരു സൈസ് റെഡ്യൂസ് ചെയ്ത് പൗഡർ ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സാണ് എന്ത് ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ പ്രോസസ്സ് എന്താണ്? കോൺസെൻട്രേഷൻ പ്രോസസ്സ്. ഓക്കെ, ആ കോൺസെൻട്രേഷൻ പ്രോസസ്സ് എന്താന്നുള്ളത് നോക്കാം. അതെ, ഇത്രയും മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. കോൺസെൻട്രേഷൻ. ഇപ്പൊ എന്താ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാല്? ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് സിന്ററിങ് പൾവറൈസേഷൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ക്രഷിംഗ്, ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സിന്ററിങ്. സൈസ് റെഡ്യൂസ് ചെയ്ത് പൗഡേഴ്സ് ആക്കി മാറ്റുന്നതാണ് എന്ത് ആ ഒരു സിന്ററിങ് പ്രോസസ്. ഫസ്റ്റ് പ്രോസസ് ആണ്. രണ്ടാമത്തെ പ്രോസസ്സ് കോൺസെൻട്രേഷൻ. എന്താ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാല്? അതായത് കുറെ ഇമ്പ്യൂരിറ്റീസിനെ, അതായത് ഇപ്പം മെറ്റലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലാതുള്ള ഇമ്പ്യൂരിറ്റീസ് കാണുമല്ലോ. ഇപ്പൊ മെറ്റൽ ഓക്സൈഡ് ആയിരിക്കും, മെറ്റൽ കാർബണേറ്റ് ആയിരിക്കും. അവരല്ലാതെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഓക്കെ, അൺഡിസൈഡ് പാർട്ടിക്കിൾസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡ്രസ്സിങ് അല്ലെങ്കിൽ മാനുഫാക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് പേരും പഠിച്ചോണേ. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് എന്ത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഇതിനകത്ത് പഠിക്കേണ്ടുന്ന കാര്യം, ഈ മെറ്റലിന് ഏത് കോൺസെൻട്രേഷൻ മതി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു മെറ്റൽ തരും, ആ മെറ്റലിന് ഏത് കോൺസെൻട്രേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അതിനാണ് നമ്മൾ കുറച്ച് കോൺസെൻട്രേഷൻ പ്രോസസ്സുകൾ പഠിക്കും. അതിൽ ഹൈ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസുകളാണെങ്കിൽ, ഓക്കെ, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസുകളാണെങ്കിൽ നമ്മൾ അവരെ ഇലക്ട്രോളിസിസ് നടത്തും, കുറെ ഇമ്പ്യൂരിറ്റീസിനെ കളയാൻ വേണ്ടിയിട്ട്. ഓക്കെ, കോൺസെൻട്രേഷന് കുറെ മെത്തേഡ്സുകളുണ്ട്. ദെൻ മീഡിയം ആക്ടിവിറ്റി ഉള്ളവരെ നമ്മൾ കാൽസിനേഷൻ, റോസ്റ്റിംഗ്, അങ്ങനെയൊക്കെയുള്ള പ്ലസ് ടു നമ്മൾ പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ. കാൽസിനേഷൻ, റോസ്റ്റിംഗ് എന്നുള്ളൊരു മെത്തേഡ് ആയിരിക്കും. ദെൻ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് എന്നാൽ സൾഫൈഡ് ഓറുകളാണ്. അവരെ ഈ പറഞ്ഞിട്ട് നമ്മൾ റോസ്റ്റിങ്ങും റിഡക്ഷൻ, നോർമൽ റിഡക്ഷനും ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കോൺസെൻട്രേഷൻ മെത്തേഡ് ആണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇറ്റ്സ് ഗ്രാവിറ്റി സെപ്പറേഷൻ. ഇതാണ് ഗ്രാവിറ്റി സെപ്പറേഷൻ. ഗ്രാവിറ്റി സെപ്പറേഷന് മറ്റൊരു പേരാണ് ലെവിഗേഷൻ എന്ന് പറയും. ആ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആവും നിങ്ങൾക്ക് എന്താ ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് പ്രോപ്പർട്ടി ആയിരിക്കും. അതായത് അതിലെ മെറ്റലിന് വെയിറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, metals are heavier particles and the impurities are the lighter particles. ഭാരം കൂടിയ ആൾക്കാരായിരിക്കും എന്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. പക്ഷെ അതിലെ ഇമ്പ്യൂരിറ്റീസ്, നമ്മളിപ്പോ റോക്കായിട്ട് കിട്ടുന്നു, നമ്മൾ അതിനെ പൊടിച്ച് മണ്ണിന്റെ രൂപത്തിലാക്കുന്നു. അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉൾപ്പെടെയാണ്, മെറ്റൽ ഇമ്പ്യൂരിറ്റീസ് ഉൾപ്പെടെയാണ് ഉള്ളത്. അപ്പൊ ആ പൗഡറിന് എന്താണ്, നമ്മൾ മെറ്റൽസിന് നല്ല, അതായത് ഹെവിയർ ആയിട്ടുള്ള മെറ്റൽസ് ആയിരിക്കും, അതിൽ ഇമ്പ്യൂരിറ്റീസ് എന്തായിരിക്കും, ലൈറ്റർ ആയിരിക്കും. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് വാഷിംഗ് ആണ്. ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. നമ്മുടെ ആ ഒരു പൗഡേർഡ് മെറ്റൽ, ഫൈൻ പൗഡേർഡ് മെറ്റൽ ആണ് നമ്മൾ ഇവിടെ ഇടുന്നത്. ഓക്കെ, അതിന് നമ്മൾ നല്ല സ്പീഡില് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാട്ടറിനകത്തേക്ക് നമ്മൾ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നല്ല സ്പീഡിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ദെൻ അതിനിടയ്ക്ക് ഓരോ പ്ലീറ്റ്സ് പോലെ ഉണ്ട്, ഇങ്ങനെ ഒരു കുന്നും മലകൾ പോലെ ഇങ്ങനെ ഒരു ഏരിയ കാണാം. അതായത് ആ ഒരു ഒഴുക്കിനെ ഇങ്ങനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു നല്ല സ്പീഡിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിനകത്തേക്കാണ് നമ്മൾ എന്തിനാ ഇടുന്നത്, നമ്മുടെ ഫൈൻ പാർട്ടിക്കിൾസ്. അതിനകത്ത് ആരുണ്ട്, ഇമ്പ്യൂരിറ്റീസും ഉണ്ട്. അപ്പൊ ഇമ്പ്യൂരിറ്റീസ് കൊടുക്കുമ്പോഴത്തേനും വെയിറ്റ് കൂടിയ ആൾക്കാരെ എവിടെ എത്തിരും, താഴേക്ക് പെട്ടെന്ന് അടിഞ്ഞുവിടും. വെയിറ്റ് കൂടുതലല്ല, അവർ പെട്ടെന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും. അതേസമയം വെയിറ്റ് കുറഞ്ഞ ഗ്യാങ്, ഇമ്പ്യൂരിറ്റീസിനേക്കാളും കുറച്ചുകൂടി ആപ്റ്റായിട്ടുള്ള വേർഡ് എന്നാണ് ഗ്യാങ് പാർട്ടികൾ ആ വാട്ടറിനോടൊപ്പം റൺ ചെയ്ത് വെളിയിലേക്ക് വരും. അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് നമുക്ക് സെപ്പറേറ്റ് ആയി
മെറ്റലിന്റെ അതായത് ഓർ പാർട്ടിക്കിൾ മാത്രം നമുക്ക് താഴെ കിട്ടും. ഓക്കെ, അപ്പൊ എന്താ ഗ്രാവിറ്റി സെപ്പറേഷനിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത് ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രോളിക് വാഷിംഗ് എന്താണ്? അതെ, ഇവിടെ നമുക്ക് ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി എന്ന് വെച്ചാൽ വെയിറ്റ് അല്ലെങ്കിൽ ഡെൻസിറ്റി ആണ് നമ്മൾ എടുക്കുന്ന പ്രോപ്പർട്ടി, ഡെൻസിറ്റിയുടെ കാര്യമാണ് എടുക്കുന്നത്. അപ്പൊ എന്താ ഡെൻസിറ്റി കൂടുതലായിരിക്കും ആർക്ക്? മെറ്റൽസിന്, അല്ലെങ്കിൽ ഹെവിയർ ആയിരിക്കും മെറ്റൽസ്. ഇമ്പ്യൂരിറ്റീസ് എന്തായിരിക്കും? ലൈറ്റർ ആയിരിക്കും ഇമ്പ്യൂരിറ്റീസ്. അപ്പൊ അതിനെ നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെള്ളത്തിനകത്തേക്ക് നമ്മൾ നമ്മുടെ ഈ ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയ ഓർ പാർട്ടിക്കിൾസിനെ ഇടുമ്പോൾ ഓറിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് അവർ സെറ്റിൽ ഡൗൺ ചെയ്യും. ദെൻ ഈ ലൈറ്റർ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ആ വെള്ളത്തോടൊപ്പം ഒഴുകി പോകും. ഇനി ഇത് ആർക്കൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഗ്രാവിറ്റി സെപ്പറേഷൻ നമ്മുടെ വെയിറ്റ് കൂടിയ ആരൊക്കെയാണ്? അയണിന്റെ ഓർ, അതായത് ഹേമറ്റൈറ്റ്, അതുപോലെ ടിന്നിന്റെ കാര്യം നമ്മൾ പറഞ്ഞേ, അയണ്, ടിന്ന്, അതുപോലെ നേറ്റീവ് ഓറുകളെല്ലാം. നേറ്റീവ് ഓറൽ ലൈക്ക് സിൽവർ, ഗോൾഡ്, ഇവർക്കൊക്കെ എന്താണ്? ദേ ആർ ഹെവിയർ ദാൻ ദെയർ ഇമ്പ്യൂരിറ്റീസ്. ഇമ്പ്യൂരിറ്റീസിനേക്കാളും ഹെവിയർ ആണ്. അപ്പോൾ നമ്മൾ ഗോൾഡിനും സിൽവറിനും നമുക്ക് വേറെ മെത്തേഡ്സുകളും ഉണ്ട്. ഈ പറഞ്ഞ ഗ്രാവിറ്റി സെപ്പറേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഹൈഡ്രോളിക് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി വേറെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു മെത്തേഡാണ് ഹൈഡ്രോളിക് വാഷിംഗ്. മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചരിവുള്ള ഒരു പ്രതലത്തിനകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് ഇടുവാണ്. ഓക്കെ, നമ്മുടെ ഓർ പാർട്ടിക്കിൾ ഇടുവാണ്. ഈ പറഞ്ഞ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഹെവിയർ ആയിട്ടുള്ള നമുക്ക് തൊട്ടടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. ദെൻ നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് എന്നാണ് വാട്ടറിനോടൊപ്പം തന്നെ തൊട്ടടുത്ത ലൈറ്റർ അല്ലെങ്കിൽ ലൈറ്റർ ഇമ്പ്യൂരിറ്റീസ് എങ്ങോട്ടേക്ക് പോകും? വാട്ടറിനോടൊപ്പം പോകും. സപ്പോസ് നമ്മുടെ ഓർ ലൈറ്റർ ആണെങ്കിലോ ഇമ്പ്യൂരിറ്റീസ് ഹെവിയറും ആണെങ്കിൽ, അല്ലെങ്കിൽ ഹെവിയർ ആയിട്ടുള്ള ഓറ് നമുക്ക് തൊട്ടടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. ലൈറ്റർ ആയിട്ടുള്ള ഓറ് ആ വാട്ടറിനോടൊപ്പം തൊട്ടപ്പുറത്ത് നമ്മൾ എവിടെയാണോ കളക്ട് ചെയ്യുന്നത് അവിടെയായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റി സെപ്പറേഷൻ ഇതിനകത്ത് പറയുന്ന കാര്യം ഡെൻസിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത്, ഓറുകളെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഡെൻസിറ്റി നോർമൽ കേസിൽ നമ്മളുടെ മെറ്റൽസിന് എന്തായിരിക്കും? ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഓർ പാർട്ടിക്കിളിന് ഡെൻസിറ്റി അല്ലെങ്കിൽ ഹെവിയർ ഓർ പാർട്ടിക്കിൾ ആയിരിക്കും. ഇമ്പ്യൂരിറ്റീസ് ലൈറ്റർ പാർട്ടിക്കിൾസും ആയിരിക്കും. അങ്ങനെയുള്ളവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ എന്ത് മെത്തേഡ് ഉപയോഗിക്കാം? ഗ്രാവിറ്റി സെപ്പറേഷൻ ഉപയോഗിക്കാം. നോർമലി ആർക്കൊക്കെ ഉപയോഗിക്കാം? നേറ്റീവ് എലമെന്റ്സ്, നേറ്റീവ് ഓറുകൾക്കും അതുപോലെ ടിന്ന്, അയൺ പോലെയുള്ള എലമെന്റ്സുകൾക്ക് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ദെൻ രണ്ടാമത്തെ മെത്തേഡ് ആണ് എന്ത്? മാഗ്നറ്റിക് സെപ്പറേഷൻ. അതും പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്. മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്ന മെറ്റൽസുകളെ സെപ്പറേറ്റ് ചെയ്യാൻ. മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മളിപ്പോ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുന്നു. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഞാൻ മാംഗനീസ് എടുക്കുവാണേ. ഇപ്പൊ മാംഗനീസ് 2+ എടുക്കുന്നു വെച്ചു. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന മെറ്റലിന്റെ അതിനകത്ത് മാംഗനീസ് 2+ ആണെന്ന് വിചാരിക്കാം. മാംഗനീസ് 2+ എന്ന് പറയുമ്പോൾ മാംഗനീസ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എന്താണ്? 4s2 3d5 ആണ്. 2 ഇലക്ട്രോൺസ് Mn2+ ആകുമ്പോൾ എന്തായി മാറും? 3d5 ആവും. നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഡി ബ്ലോക്ക്, ഡി ഷെല്ലിൽ എങ്ങനെയാണ് വരയ്ക്കുന്നത്? സബ് ഷെല്ലില് ഇങ്ങനെയാണ് അല്ലെ? ആദ്യം സിംഗിളി ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമല്ലേ ഒരു പെയർ ചെയ്യത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇറ്റ്സ് സോ ലാർജ് പാരാമാഗ്നറ്റിസം അല്ലെ? ഇതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അതേസമയം ഞാൻ എടുക്കുന്നത് സിങ്ക് ആണെന്ന് വിചാരിക്കുക. സിങ്ക് 2+ ആണെന്ന് വിചാരിക്കുക. സിങ്ക് 2+ 3d10 ആണ്. സിങ്ക് 2+ന്റെ പ്രത്യേകത എന്താണ്? അതിന് മാഗ്നറ്റിസം ഉണ്ടോ? ഇല്ല. 1 2 3 4 5 6 7 8 9 10. അതായത് കംപ്ലീറ്റ് ഇലക്ട്രോൺസ് എന്താണ്? പെയർഡ് കണ്ടീഷനിലാണ്. ഡയാമാഗ്നറ്റിസം, അല്ലെങ്കിൽ അവര് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ അവർക്ക് യാതൊരു ബിഹേവിയർ ഇല്ല. അവര് മാഗ്നറ്റിക് ഫീൽഡിനനുസരിച്ച് അവർക്ക് റിയാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്ക് മാഗ്നറ്റിസം ഇല്ല. പക്ഷേ മാഗ്നറ്റിസം കാണിക്കുന്ന മെറ്റൽസുകളെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും? മാഗ്നറ്റിക് സെപ്പറേഷൻ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഓർ പാർട്ടിക്കിൾസ്, അതിനകത്ത് വേറെ മെറ്റൽസ് കാണാം. ദെൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള മെറ്റൽസിന്റെ ഓറ് കാണാം, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്ത ഓറുകൾ കാണാം, ഇമ്പ്യൂരിറ്റീസ് കാണാം. അപ്പൊ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? മാഗ്നറ്റിക് സെപ്പറേഷൻ. എന്താ മെത്തേഡ് എന്ന് നോക്കിക്കേ. നമ്മുടെ കയ്യിൽ 2 റോളേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ 2 റോളേഴ്സുകളുടെയും പ്രത്യേകത എന്താണ്? ഓക്കെ, ഇതിൽ ഈ റോൾ എന്താണ്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളെ എന്താണ് ഈ ഓർ പാർട്ടിക്കിളിനെ കൊടുക്കുവാണ്. അത് ഈ റൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്.
അതിലേക്ക് ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് ഓക്കെ, ഈ രണ്ടാമത്തെ ഇതെന്താണ്, റോളർ എന്താണ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളവരാണ്. അപ്പോൾ ഇത് നമ്മുടെ ഓർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണല്ലോ ഇത്. അപ്പൊ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളവർ ഇവിടേക്ക് ഈ രണ്ടാമത്തെ റോളറിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ അവരെങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ താഴേക്ക് വരുന്നു. ഓക്കെ, അതേസമയം ഇമ്പ്യൂരിറ്റീസോ അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്ത ഓർ പാർട്ടിക്കിൾ എങ്ങോട്ടേക്ക് പോകും, അതുമായിട്ട് അതായത് ഈ റോളുമായിട്ട് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല, ജസ്റ്റ് നേരെ തെറിച്ചങ്ങ് അപ്പുറത്തേക്ക് പോവാണ്. പക്ഷെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളവർ ഈ രണ്ടാമത്തെ റോളർ റൗണ്ട് ചെയ്യുന്നതിനോടൊപ്പം അതിനോടൊപ്പം താഴേക്ക് വന്ന് നമുക്ക് അതിന്റെ തൊട്ട് താഴെയുള്ള വെസലിൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഓർ പാർട്ടിക്കിളെ സെപ്പറേറ്റ് ചെയ്യാനാണ്. അപ്പൊ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആരൊക്കെയാണ്, നമുക്ക് ഓൾറെഡി അറിയാം, അയൺ, ക്രോമിയം, ദെൻ മാംഗനീസ്. ഓക്കെ, ഇവരൊക്കെയാണ് എന്ത് കാണിക്കുന്നത്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോ അയണിന്റെ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ്, ദെൻ അതുപോലെ അയണിന്റെ ഏത് ഓറിനെ നമുക്ക് എന്ത് സെപ്പറേഷൻ ഉപയോഗിക്കാൻ പറ്റും, കോൺസെൻട്രേഷൻ ഇമ്പ്യൂരിറ്റീസ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? എക്സാമ്പിൾസ് ഒന്ന് നോക്കിക്കോണേ. ക്രോമൈറ്റ്, മാംഗനീസിൻ്റെത്, അതുപോലെ അയണിൻ്റെതും ഒക്കെ നമുക്ക് ഇതിനകത്ത് വരും. ഓക്കെ, വൈൻഡപ്പ് ചെയ്യുവാണേ.